എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അറബിക് ഡെസേർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് കുനാഫ. വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഉൾവശം നല്ല ക്രിസ്പി ആയിട്ടുള്ളതും ഉൾവശം നല്ല ക്രീമി ആയിട്ടുള്ള ഈ ഒരു കുനാഫ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അറബിക് ഡെസേർട്ടായിട്ടുള്ള കുനാഫ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രോസൺ കുനാഫ ഡവാണ്. ഇത് 500 ഗ്രാമിൻ്റെ ഡവാണ്. ഇത് ഫ്രീസ് ചെയ്തിട്ടുള്ള ഡവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിപ്പോൾ 1 മണിക്കൂറായിട്ട് പുറത്ത് വെച്ചിരുന്നതാണ്. ഇതിൽ നിന്നും പകുതിയാണിത് 250 ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കുനാഫ തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് കുനാഫ ഡവ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇതിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അങ്ങനെ നമ്മൾ പകുതി കുനാഫ ഡവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് 250 ഗ്രാം. ഇനി ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. 1 സെൻറ്റിമീറ്ററോളം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ മിക്സിയുടെ വലിയ ജാറിലിട്ട് ഒന്ന് പൾസ് മോഡിലൊന്ന് കറക്കിയെടുത്താൽ മതി. പക്ഷെ പൊടിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ സെൻറ്റിമീറ്റർ കനത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് വിടർത്തി എടുക്കാം. കുനാഫ ഡവ് ഇതുപോലെ തന്നെ വിട്ട് തന്നെ വരണം. ഇതുപോലെ നമുക്ക് എല്ലാ ഡവും ഒന്ന് വിടർത്തിയെടുക്കാം. അങ്ങനെ എന്താ നമ്മൾ കംപ്ലീറ്റ് ഡവും വിടർത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വിട്ട് തന്നെ വരണം. ആ സമയത്ത് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് തോന്നും. പക്ഷേ നമ്മൾ ബട്ടറും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റി ആയിട്ട് തന്നെ കുറയുന്നത് കാണാം. ഇനി നമുക്കിതിലേക്ക് മെൽറ്റഡ് ബട്ടർ ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കാം. അമൂലിൻ്റെ 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ്. നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. കുനാഫ ഉണ്ടാക്കുമ്പോൾ മെൽറ്റഡ് ബട്ടർ തന്നെയാണ് ചേർക്കേണ്ടത്. നെയ്യ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റുള്ള ടേസ്റ്റ് കിട്ടുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ അൺസാൾട്ടഡ് ആയിട്ടുള്ളതും എടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ എന്താ നമ്മൾ 100 ഗ്രാം ബട്ടറാണ് അൺസാൾട്ടഡ് മെൽറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പകുതി ആദ്യം ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി പകുതിയും കൂടി ചേർക്കാം. ഡവിൻ്റെ എല്ലാ ഭാഗത്തും മെൽറ്റഡ് ബട്ടർ ആവുന്ന രീതിയിലാണ് നമ്മളത് കുഴച്ചെടുക്കേണ്ടത്. ഈ കുനാഫയ്ക്ക് പ്രത്യേകിച്ച് കളറൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടാണ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു പഞ്ചസാര മെൽറ്റ് ആവുന്നതിൻ്റെ ഒരു കളറും കൂടി കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഒരു ഓറഞ്ച് ഫുഡ് കളർ 1-2 ഡ്രോപ്പ് ചേർത്ത ശേഷം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിലുള്ള കുനാഫയുടെ കളർ കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ കുനാഫ ഡവ് പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 250 ml ആയിട്ടുള്ള 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഇത് ഫുൾ ക്രീം മിൽക്കാണ്. പാലിലേക്ക് കുറുക്കി ചേർക്കുന്നതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട പിടിക്കാത്ത രീതിയിൽ ചെയ്തെടുക്കാം. അങ്ങനെ എന്താ നമ്മുടെ കോൺഫ്ലവറൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ എന്താ പാലിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ മിക്സ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഇനി നമുക്കിത് കൈവിടാതെ ഇളക്കിയും കൊണ്ട് തന്നെ ഇരിക്കാം. കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടുന്നതാണ്. കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീമും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ക്രീം ഇല്ലെങ്കിൽ പാലിൻ്റെ അളവ് 2 കപ്പും അതുപോലെ കോൺഫ്ലവറിൻ്റെ അളവ് 4 ടേബിൾ സ്പൂണും ആക്കിയാൽ മതി. അങ്ങനത്തെ കോൺഫ്ലവറും ചേർത്ത ശേഷം തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് തിക്കായ ശേഷം നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർക്കേണ്ടത്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനത്തെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചൂടിൽ കിടന്ന് തന്നെ ഈ ഒരു ഫ്രഷ് ക്രീമും കോൺഫ്ലവർ മിക്സുമായിട്ട് നന്നായി ഒന്ന് മിക്സായി വരുന്നതാണ്. ഇനി ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായി വരുന്നതാണ്. ഫ്രഷ് ക്രീമും കോൺഫ്ലവർ മിക്സുമായിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ കുനാഫ തയ്യാറാക്കുന്നത് പാനിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗ്രാനൈറ്റിൻ്റെ നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മെൽറ്റഡ് ബട്ടറാണ് ചേർക്കുന്നത്.
1 ടേബിൾ സ്പൂൺ ബട്ടർ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. സൈഡിലും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. കുനാഫ ഡവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പാർട്ടാണ് ഏറ്റവും അടിയിലിടേണ്ടത്. അതിനുശേഷം ക്രീം ചേർത്ത ശേഷമാണ് മുകളിലേക്ക് അടുത്ത പാർട്ട് ചേർക്കേണ്ടത്. ആദ്യം നമുക്ക് കുനാഫ ഡവിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് മെൽറ്റഡ് ബട്ടർ പുരട്ടിയിട്ടുള്ള ഗ്രാനൈറ്റ് പാനിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു പാത്രം വെച്ച ശേഷം നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ഈവനായി വരുന്ന രീതിയിൽ വേണം ഒന്ന് പ്രസ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് സെക്കൻഡ് ലെയറായിട്ട് ക്രീമാണ് ചേർക്കേണ്ടത്. അങ്ങനെതാ നമ്മൾ ക്രീമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. നടുഭാഗത്തേക്ക് ആവുന്ന രീതിയിലാണ് ചേർത്തിരിക്കുന്നത്. സൈഡ് ഭാഗത്തേക്ക് ക്രീം സ്പ്രെഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിലിട്ട് ബാലൻസ് കുനാഫ ഡവ് സ്പ്രെഡ് ചെയ്യാം. അങ്ങനത്തെ മൂന്നാമത്തെ ലെയറായിട്ട് നമ്മൾ കുനാഫ ഡവ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. വല്ലാണ്ട് പ്രസ് ചെയ്യരുത് മിഡിൽ ഭാഗം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ക്രീം ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ സൈഡൊക്കെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. ഞാനത് എല്ലാ സൈഡും പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരികുവശമൊക്കെ നന്നായി പ്രസ്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റൗവിൽ വെച്ച് സ്ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. സ്ലോ ഫ്ലെയിമിലാണ് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നത്. കുനാഫ റെഡി ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര പാനി ഒരു നൂൽ പരുവം ആവേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി തിളയ്ക്കുന്ന വരെയാണ് പാനി തയ്യാറാക്കേണ്ടത്. അങ്ങനെ എന്താ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ നന്നായി വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവം ആവുന്നവരെ തിളപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഷുഗർ സിറപ്പിൻ്റെ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് പിഴിഞ്ഞ് ചേർക്കാം. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുനാഫയുടെ ഒരു സൈഡൊക്കെ ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിലേക്കാണ് ഇത് മാറ്റുന്നത്. അങ്ങനെ മറ്റൊരു പാനിലേക്ക് ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ സൈഡ് നന്നായി വന്നിട്ടുണ്ട്. ഇനി അതുപോലെ മറ്റേ സൈഡും ഗോൾഡൻ കളർ ആവുന്നവരെയാണ് നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 7 മിനിറ്റ് കൊണ്ടൊക്കെ ഈ ഒരു ഭാഗം കുക്കായി കിട്ടുന്നതാണ്. ഇനി ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ മറ്റേ സൈഡ് ഗോൾഡൻ കളറായി കിട്ടുന്നതാണ്. അതിനിതാ ഞാൻ കുനാഫയുടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഈ ഷുഗർ സിറപ്പാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കേണ്ടത്. എല്ലാ വശവും നന്നായി നനയുന്ന രീതിയിലാണ് ഒഴിക്കേണ്ടത്. ഇനി നമുക്ക് പിസ്ത വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുനാഫ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കുനാഫ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.